ഈസ്റ്റേൺ മാജിക് അവനിലേക്ക് സ്വാഗതം. കഴിഞ്ഞ കുറച്ച് എപ്പിസോഡുകളായിട്ട് നമ്മൾ പലതരം ഡെസേർട്ട്സ്, എന്താ പറയുക, മധുരം ഒക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമുക്കൊരു നാടനിലേക്ക് പോയാലോ. അപ്പോൾ നാടൻ വിഭവങ്ങൾ എന്ന് പറഞ്ഞാൽ മലയാളിക്ക് വലിയ ഇഷ്ടമാണ്. നമ്മളുടെ വീടുകളിലെല്ലാം തന്നെ പൊതുവേ മലയാളി എന്ന് പറഞ്ഞാൽ വീട്ടിൽ സാധാരണ നമ്മൾ വീട്ടിൽ കാര്യങ്ങൾ തയ്യാറാക്കുമ്പോൾ എല്ലാ ദിവസവും ഉണ്ടാക്കുന്ന നാടൻ വിഭവങ്ങൾ തന്നെയാണ്. വളരെ സ്പെഷ്യലായിട്ടുള്ള ദിവസങ്ങളിൽ അല്ലെങ്കിൽ ആരെങ്കിലും അതിഥികൾ വരുമ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ദിവസങ്ങളിലാണ് നമ്മൾ കൂടുതലായിട്ടും എന്താ ചെയ്യുക, വ്യത്യസ്തമായ വിഭവങ്ങളൊക്കെ പരീക്ഷിക്കുന്നത്. അപ്പോൾ ഏറ്റവും ചെറിയൊരു മീൻ കൊണ്ടാണ് നമ്മൾ ഇന്ന് ഈ വിഭവം തയ്യാറാക്കുന്നത്. ഏറ്റവും ചെറിയ മീൻ എന്ന് പറയുമ്പോൾ അത് നെത്തോലി അല്ലെങ്കിൽ കൊഴുവ. അപ്പോൾ കൊഴുവ അല്ലെങ്കിൽ നെത്തോലി കൊണ്ടുണ്ടാക്കുന്ന ഒരു കുഴമ്പെന്ന് തന്നെ എന്നെ വിളിക്കാൻ കാര്യം, നല്ല കുഴഞ്ഞ ഒരു ചാറോടുകൂടി. ഇത് വളരെ വ്യത്യസ്തമായ രീതിയിലാണ് ചെയ്യുന്നത്, എന്നാൽ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ നെത്തോലി കുഴമ്പ്. ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇതിനുവേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കഴുകി വൃത്തിയാക്കിയ നെത്തോലി 250 ഗ്രാം, പച്ചത്തക്കാളി 3 വലുത് നീളത്തിൽ അരിഞ്ഞത്, പച്ചമുളക് 2 എണ്ണം കഷ്ണങ്ങളാക്കിയത്, ചെറിയ ഉള്ളി 4 വലുത് നീളത്തിലരിഞ്ഞത്, സവാള ചെറുതായി അരിഞ്ഞത് 1/4 കപ്പ്, ഇഞ്ചി നീളത്തിലരിഞ്ഞത് 1 ടേബിൾ സ്പൂൺ, ഉലുവാപ്പൊടി 1/4 ടീസ്പൂൺ, പിരിയൻ മുളകിൻ്റെ പൊടി 2 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ, ഉപ്പ് പാകത്തിന്, കട്ടി തേങ്ങാപ്പാൽ 1 കപ്പ്, കറിവേപ്പില ആവശ്യത്തിന്. അപ്പോൾ നമ്മൾക്കിനി നെത്തോലി കുഴമ്പ് തയ്യാറാക്കാം. നമ്മൾ ചെയ്യാൻ പോണ കാര്യം, ആദ്യം നമ്മളൊരു മീൻ ചട്ടി അടുപ്പിലേക്ക് വയ്ക്കുക. ഇനി ഇതിലേക്ക് ഒരല്പം വെളിച്ചെണ്ണ ഒഴിക്കുകയല്ല, ഒന്ന് തടവുക മാത്രമാണ്. ഒരല്പം വെളിച്ചെണ്ണ എടുത്തിട്ട് മീൻ ചട്ടിയിലൊന്ന് തടവാം. അപ്പോൾ വെറുതെ ഒരു പേരിന് വേണ്ടി നമ്മളൊരു വെളിച്ചെണ്ണ തടവൽ നടത്തിയിരിക്കുകയാണ്. അപ്പോൾ അടിക്ക് പിടിക്കാണ്ടിരിക്കാനും ഒക്കെയാണ് ഈ ഒരു രീതി. പിന്നെ ഇനി വേറൊരു ടെക്നിക്ക്, നമ്മളിതിലേക്ക് ആദ്യമേ തന്നെ കറിവേപ്പില 2-3 തണ്ടിങ്ങനെ നിരത്തുക. അത് ഏറ്റവും താഴത്തെ ഭാഗത്തിരിക്കട്ടെ. ഇനി ചെയ്യാൻ പോണ കാര്യം, നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന നെത്തോലിയിലേക്ക് കുറച്ച് കാര്യങ്ങൾ. അതായത്, അപ്പോൾ നമ്മൾ അടുപ്പ് കത്തിച്ചിട്ടില്ല, അപ്പോൾ ചട്ടി ഒരു സൈഡിലേക്ക് വെച്ചിട്ട് 2-3 കാര്യങ്ങൾ. ഒന്ന് പച്ചമുളക് ഒരു 2-3 പച്ചമുളക്, വലിപ്പം അനുസരിച്ചിട്ട്, വലുതാണെങ്കിൽ 2, ചെറുതാണെങ്കിൽ 3 പച്ചമുളക്. അതിനോടൊപ്പം ചെറിയ ഉള്ളി 4-5 നീളത്തിൽ അരിഞ്ഞത്, കൊച്ചുള്ളി, സാമ്പാർ ഉള്ളി എന്നും പറയും. പിന്നെ വേണ്ടത് ഇഞ്ചി, നീളത്തിലരിഞ്ഞ ഇഞ്ചി, നീളത്തിലോ ചെറുതായിട്ടോ അങ്ങനെ വേണമെങ്കിൽ അരിയാം, അല്ലെങ്കിൽ ചതച്ചിട്ടാലും മതിയാകും. 1 ടേബിൾ സ്പൂണോളം ചേർക്കാം. പിന്നെ വേണ്ടത് സവാള ചെറുതായി അരിഞ്ഞത്, ഏതാണ്ട് ഒരു 1/4 കപ്പോളം സവാള, അതായത് ഒരു സവാളയുടെ പകുതി, ഒരു ചെറിയ സവാളയുടെ പകുതി എടുക്കാം. ഇനി 2-3 കാര്യങ്ങൾ. ഒന്ന് പൊടികളാണ്, അതായത് മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂൺ, ഇനി പിരിയൻ മുളകിൻ്റെ പൊടി അതൊരു 2 ടീസ്പൂൺ കുമിച്ച്, അതായത് ഹീപ്ഡ് ടീസ്പൂൺ, നിറച്ചെടുക്കുക. ലെവലല്ല, ഇങ്ങനെ തട്ടിയല്ല എടുക്കുന്നത്, നിറച്ചെടുക്കുക. ഒക്കെ എടുക്കുക. ഇനി ഒരു 1/4 ടീസ്പൂൺ ഉലുവ പൊടിച്ചത്, വറുത്ത് പൊടിച്ച ഉലുവ. 1/4 ടീസ്പൂൺ, കൂടുതലാകരുത്, കൂടുതലായാൽ ഒരു ചെറിയ കയ്പ്പ് വരും. 1/4 ടീസ്പൂൺ ഉലുവപ്പൊടി. പിന്നെ കുറച്ച് കുരുമുളക് പൊടിച്ചത്, അത് തരിതരിപ്പായിട്ട് പൊടിച്ച കുരുമുളക് 1/4 മുതൽ 1/2 ടീസ്പൂൺ വരെ ചേർക്കുക, ഏകദേശം 1/2 ടീസ്പൂൺ എന്ന് പറയാം. എല്ലാ കാര്യങ്ങളും ആയിക്കഴിഞ്ഞു. ഇനി പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയേ ഉള്ളൂ, അത് ഞാൻ പറഞ്ഞുതരാം. എന്തായാലും ഇതെല്ലാം കൂടി ചേർത്തിട്ടൊന്ന് യോജിപ്പിക്കാം. നമ്മൾ ഉപ്പ് ചേർത്തില്ലല്ലോ അല്ലേ, കുറച്ച് ഉപ്പും കൂടി ചേർക്കണ്ടേ? ഒരല്പം ഉപ്പും കൂടി ചേർക്കാം, പാകത്തിനുള്ള ഉപ്പ്. ഇതാദ്യം നമുക്ക് ഒരുപാടൊന്നും വേണ്ട, കുറച്ച് ചേർക്കാം മീനിൽ പിടിക്കാൻ. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ അവസാനം ഇച്ചിരി കൂടി ചേർക്കാം. ഇനി എന്താണ് ചെയ്യേണ്ടത്? ഇനി കുറച്ച് തേങ്ങാപ്പാൽ. അപ്പോൾ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ, അപ്പോൾ തലപ്പാലെന്ന് പറയും, അതായത് 1-ാം പാൽ, നല്ല കുറുകിയ തേങ്ങാപ്പാൽ 1 കപ്പ് എടുത്ത് വയ്ക്കുക. അതും കൂടി ഇതിനകത്തേക്ക് ചേർക്കാം. നല്ല കുറുകിയ തേങ്ങാപ്പാലാണ്. ഇനി ഇതിനെക്കാട്ടി കുറുകാനൊന്നുമില്ല സത്യം പറഞ്ഞാൽ, അത്രയ്ക്ക് തിക്കായിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നല്ല, ഈ തേങ്ങാപ്പാലിൽ തന്നെ ധാരാളം വെളിച്ചെണ്ണയുണ്ട്, ശരിയല്ലേ? നമ്മൾ ഉരുക്കെണ്ണ ഉണ്ടാക്കുന്നത് തേങ്ങാപ്പാലിൽ നിന്നാണ്, അതുകൊണ്ടാണ് ഇതിന് പ്രത്യേകിച്ച് എണ്ണ വേണ്ട എന്ന് ഞാൻ പറയുന്നത്. ഇതിങ്ങനെ വറ്റി വരുമ്പോൾ എണ്ണ തെളിയും, പാലിലെ എണ്ണ നന്നായിട്ട് തെളിഞ്ഞ് വരും. ഇനി ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. അതെന്താണ്? സാധാരണ ഒരു മീൻ കറി അല്ലെങ്കിൽ ഒരു കുഴമ്പ് അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ പുളി വേണം അല്ലേ?
ഒന്നുകിൽ പിഴിയുന്ന പുളി, അല്ലെങ്കിൽ കുടംപുളി, അല്ലെങ്കിൽ പച്ചമാങ്ങ, അല്ലെങ്കിൽ പഴുത്ത ടൊമാറ്റോ, ഇങ്ങനെ പല രീതിയിൽ. ഒന്നുമില്ലെങ്കിൽ വിനാഗിരി എങ്കിലും നമ്മൾ ചേർക്കും. അപ്പോൾ ഇതിൽ നമ്മൾ ഒരു വ്യത്യസ്തത കൊണ്ടുവരികയാണ്. ആ വ്യത്യസ്തതയാണ് ഇതിൻ്റെ ഒരു രുചി. ഇത് പച്ച തക്കാളിയാണ് നമ്മുടെ ഈ മീൻ കുഴമ്പിൽ ചേർക്കുന്നത്. പച്ച തക്കാളി എന്ന് പറഞ്ഞാൽ പഴുക്കാത്ത തക്കാളി, പച്ച നിറത്തിലെ തക്കാളി. അതിന് വിലയും കുറവാണ്, പഴുത്ത തക്കാളിയെക്കാട്ടി വില കുറവാണ് കുറച്ചുകൂടി. അപ്പോൾ അതൊരു 3 വലുത് അല്ലെങ്കിൽ 4 ചെറുത് നീളത്തിലുള്ള കഷ്ണങ്ങളായിട്ട് മുറിച്ച് ഏതാണ്ട് ഒരു ബൗൾ നിറച്ചുണ്ട്. നല്ലൊരു കളർ കോൺട്രാസ്റ്റ് അല്ലേ. സാധാരണ നമ്മൾ പച്ചത്തക്കാളിയിൽ അധികം കാര്യങ്ങൾ ചെയ്യാറില്ല, ചെയ്തിട്ടുമില്ല. ഇപ്പം നോക്കൂ, അതിന് ലൈറ്റ് ഓറഞ്ച് കളറിൽ ഒരു പച്ച കളർ, ഒരു നല്ല ഒരു കിളിപ്പച്ച മാതിരി ഒരു കളർ. ഇതാണ് നമ്മുടെ കോമ്പിനേഷൻ. ഇനി വേറെ ഒന്നും ചെയ്യാനില്ല. ഇനി നമ്മളുടെ മീൻ ചട്ടി ഇങ്ങോട്ട് മാറ്റുന്നു. അപ്പോൾ മീൻ ചട്ടിയിൽ എണ്ണ തടവിയിട്ടുണ്ട്, കറിവേപ്പില ഇങ്ങനെ നിരത്തിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മീനിൻ്റെ കൂട്ട് എല്ലാം കൂടി ചേർത്തിട്ട് വിരകി വെച്ചിരുന്ന കറിയാണ്. അടുത്ത ജോലി ഒന്നുമില്ല, അടുപ്പ് കത്തിക്കുക എന്നുള്ളത് മാത്രം. അടുപ്പ് കത്തിച്ച് കൊടുക്കാം. അങ്ങനെ അടുപ്പും കത്തിച്ചു. അപ്പോൾ ഒരു ചെറിയ തിള വരട്ടെ. അത് കഴിഞ്ഞിട്ട് പാത്രം ഒന്ന് ചെറുതായി അടച്ചിടാം, തീയും കുറയ്ക്കാം. എന്തായാലും വെയിറ്റ് ചെയ്യുക. അപ്പോൾ നമ്മളുടെ മീൻ കുഴമ്പ് ഇപ്പോൾ ഏകദേശം റെഡിയായി കഴിഞ്ഞു. നെത്തോലി കുഴമ്പ് നോക്കൂ. ഇപ്പോൾ കുറച്ച് നേരം ഞാൻ അടച്ചിട്ടിരുന്നു. ഒരു 3/4 ഭാഗം അടയുന്ന രീതിയിൽ അടപ്പിങ്ങനെ വെച്ചിട്ട് ഒരു സൈഡിൽ നിന്ന് ഇച്ചിരി ആവി പുറത്തേക്ക് പോയിക്കോട്ടെ, ചെറിയ രീതിയിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് അടപ്പ് മാറ്റി വീണ്ടും ഒരു 5 മിനിറ്റോളം ഇങ്ങനെ തുറന്നിട്ടിരിക്കുക. അപ്പോൾ ഇപ്പോൾ ശരിക്കും നന്നായിട്ട് വറ്റി തുടങ്ങി, എണ്ണയെല്ലാം തെളിഞ്ഞു വരുന്നു, നല്ല മണമാണിപ്പോൾ. തീ ഓഫ് ചെയ്യാം. എന്നിട്ട് ഇനി ഇതിലേക്ക്, അപ്പോൾ ആദ്യം നമ്മൾ കറിവേപ്പില മീൻ ചട്ടിയിൽ വെച്ചിട്ടാണ് ബാക്കി കാര്യങ്ങളൊക്കെ ഇട്ട്. എന്നാലും ഇനി നമ്മൾ മുകളിലായിട്ട്, ഇതൊരു അലങ്കാരവുമാകും പിന്നെ ഒരു സ്വാദുമാണ്. മതി. തീ ഓഫ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇത് ഒരല്പം നേരം അടച്ചങ്ങ് മാറ്റി വയ്ക്കാം. എന്നിട്ട് വിളമ്പുന്ന സമയമാകുമ്പോൾ എടുത്ത് വയ്ക്കുക. അപ്പോൾ ഇത് ചട്ടിക്കൊരു ചൂടുണ്ട്, ഈ ചൂട് കുറച്ച് നേരം ഉണ്ടാവും. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ തീ ഓഫ് ചെയ്തിട്ട് ഇതിങ്ങനെ തളിച്ചുകൊണ്ടേ ഇരിക്കുന്നത്, ബബിൾസ് വരുന്നു. ഇനി കുറച്ച് നേരം ഇതിങ്ങനെ ഇരിക്കട്ടെ, അടച്ച് വെച്ചിട്ട്. അപ്പോൾ ഇരുന്നൊരു ചൂടാകലും ഇരുന്നൊന്ന് തണുക്കണം. അത് കഴിയുമ്പോൾ കുറച്ചുകൂടി എണ്ണയൊക്കെ തെളിഞ്ഞ് കഴിക്കാൻ പാകമായിട്ടിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും പരീക്ഷിക്കുക, എല്ലാവർക്കും ഇഷ്ടം.